എന്റെ ഈശ്വര, നീ എന്തിനാ അസമയത്ത് ഒറ്റയ്ക്ക് വന്നത്? അതുകൊണ്ടല്ലേ? അവരുടെ കയ്യിലെങ്ങനെ പെട്ടിരുന്നെങ്കിലോ? എനിക്ക് ആ പൈസ വേണ്ട, കുട്ടി തിരിച്ചു പോയിക്കോളൂ. അല്ല, കുട്ടി എങ്ങനെ തിരിച്ചു പോവാ? എനിക്കറിയില്ല. അവര് പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവൂന്ന എന്റെ പേടി. സാരമില്ല, വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. എന്ത് മണ്ടത്തരായി കാണിക്കുന്നേ? അറിഞ്ഞുകൊണ്ട് അപകടത്തിലേക്ക് പോവാണോ? അല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കാൻ പറ്റുമോ? ആ സെക്യൂരിറ്റി കണ്ട എന്നെ പിടിച്ച് പുറത്താക്കും. അതിനു മുമ്പ് പോയേക്കാം. പോവല്ലേ? എന്നെ സഹായിച്ച ഒരാൾ ഇവിടെ ഉണ്ട്, മനുഷ്യത്തുള്ള ഒരാള്. എന്തെങ്കിലും വഴി ഉണ്ടാവും. നീ വാ. മീര എന്താന്നും പറയാത്തത്? സിസിലി ചേച്ചിയോട് പറഞ്ഞ മുറിയില്ലാന്ന് പറയും. ഈ സമയത്ത് ഒറ്റയ്ക്കൊരു പെൺകുട്ടി പുറത്തിറങ്ങിയാല് മീരയ്ക്കറിയാലോ. എങ്ങനെങ്കിലും പൊയ്ക്കൊള്ളാമെന്ന് ഈ കുട്ടി പറഞ്ഞതാ. പക്ഷെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാ. മീരയുടെ മനസ്സിലിപ്പോ എന്താണെന്ന് എനിക്കറിയാം. എന്നോട് ദയ കാണിച്ചിട്ട് ഒട്ടകത്തിന് കൂടാരത്തിൽ സ്ഥലം കൊടുത്ത പോലെ ആയല്ലോ എന്നായിരിക്കും മീര ഇപ്പൊ മനസ്സിൽ പറയുന്നത്. എല്ലാവർക്കും കൂടി കിടക്കാൻ ഈ മുറിയിൽ സ്ഥലമില്ലാന്ന് എനിക്കറിയാം. ഈ കുട്ടി ഇവിടെ കിടന്നോട്ടെ, ഞാൻ ടെറസിലോ പടിക്കെട്ടുകളുടെ മൂലയിലോ എവിടെയെങ്കിലും കിടന്നോളാം. നീ ഇവിടെ കിടന്നോ. അയ്യോ, അത് സാരില്ല. പാർവതി, ആരും എവിടെയും പോകുന്നില്ല. എല്ലാവർക്കും കൂടി ഉള്ള സ്ഥലത്ത് ഇവിടെ കിടക്കാം. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ മീര? ഒരാളോട് ദയ കാണിക്കുന്നത് കുറ്റമാണോ പാർവതി? നിന്റെ മനസ്സ് നല്ലതായതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്. ഏറ്റവും നല്ല മനസ്സ് മീരയുടെയാ. വലിയ മനസ്സാ. എന്നിവിടെ താമസിപ്പിച്ച നിങ്ങൾക്ക് പ്രശ്നമാവോ? പേടിക്കണ്ട, വാർഡനോട് ഞാൻ സംസാരിച്ചോളാം. താങ്ക് യു സോ മച്ച്. യു ആർ വെൽക്കം. മീര, ഒരുപാട് നന്ദിയുണ്ട്. മധുര സ്വപ്നം കണ്ടങ്ങ് സുഹിച്ച് കിടക്കുക. ഇപ്പൊ ശരിക്ക് തരാട്ടാ. അമ്മ ഇവിടെ പൊന്നുമോൻ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നോ? അവന് ഇടിയപ്പത്തിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ടെന്നാ എന്റെ ബലമായ സംശയം. ഇങ്ങനെ ഇടിയപ്പം കഴിച്ചാൽ മടുക്കാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടാവോ? 3 നേരം ഇടിയപ്പം പുഴുങ്ങി അവന്റെ മുമ്പിൽ വെച്ച് കൊടുത്താ അവന് ബഹു സന്തോഷം. ഇങ്ങനെ പോയാലേ വീട്ടിൽ നിന്ന് മാത്രല്ല പുറത്തുനിന്നും അമ്മയുടെ മോന് നല്ല ഇടിയപ്പം കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നീ എന്തൊക്കെയാടി പറയുന്നേ? സത്യം അമ്മേ, രാത്രി മുഴുവൻ ഏതോ പെണ്ണിനൂടെ ബൈക്കിൽ കറങ്ങി നടന്നിട്ടേ ഇപ്പൊ പകൽക്കിനകം കണ്ട് അവിടെ കിടന്ന് ഉറങ്ങുക. ഇക്കണക്കിന് പോയാലേ ഏട്ടൻ കൈവിട്ടുപോകും, ഉറപ്പാ. പിന്നെ സങ്കടപ്പെട്ടിട്ടെ കാര്യമില്ല അമ്മേ. മുളയിലെ നുള്ളിയില്ലെങ്കിലേ എന്റെ ഭാവി ഏട്ടത്തിയുടെ ജീവിതം കട്ടപ്പുകയാവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട.
പ്രിയ, ഉം. എന്റെ പ്രിയനേ. എന്ത് സുഖ നിന്റെ ഈ വിളി കേൾക്കാൻ. കിളികൾ ചിലച്ചാൽ പോലും ഇത്രയും മധുരം ഉണ്ടാവില്ല. ഇനിയും വിളിക്കണോ? വിളിക്ക് എന്റെ പ്രിയനേന്ന് പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്ക. എടാ പ്രിയ. എടാന്നോ? നിന്നെ പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? എണീക്കടാ, എണീക്കാൻ. എണീക്കാണ് പറഞ്ഞേ. എടാ എഴുന്നേക്കാൻ. എണീക്ക. എഴുന്നേക്ക്. എഴുന്നേക്കടാ. ഇവിടെ പോന്നു. നീ എന്തിനാ ഇവനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? കണ്ടില്ലേ അമ്മേ, സ്വപ്നത്തിന് വിളിച്ചുണർത്തിയത് ഇവൻ ഇഷ്ടപ്പെട്ടില്ല. എന്താ അമ്മേ? ഒന്നുമില്ല മോനെ, നീ എഴുന്നേറ്റൊന്ന് നോക്കാൻ വന്നതാ. ഞാൻ ചായ എടുത്തിട്ട് വരാം. നിക്ക്, ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കമ്മേ. എന്താ അമ്മേ? ഇവളെന്താ പറഞ്ഞത്? അത് ഒന്നുമില്ല മോനെ, നീ ഇന്നലെ ലേറ്റ് ആയിട്ടല്ലേ വന്നേ. ആഹാരം പോലും കഴിക്കാതെ കയറി കിടന്ന് ഉറങ്ങുകയും ചെയ്തു. നിന്റെ അനിയത്തിക്ക് അതിന്റെ കാരണം അറിയണം. ഒന്നുമില്ലമ്മേ, പുതിയൊരു പെൺകുട്ടിയെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ പോകേണ്ടി വന്നു. അതാ വൈകിയത്. അത് സമ്മതിച്ചു. കഴിക്കാതെ കിടന്നതോ? നീ ഒന്ന് പോയേ. കാലത്ത് തന്നെ മനുഷ്യനെ ശല്യം ചെയ്യാനായിട്ടും. കണ്ടില്ലേ അമ്മേ, ഇവൻ പറയുന്നില്ല. എന്തോ കളത്രയില്ലേ? എന്ത് കളത്തരം? വിശന്നപ്പം ഞാൻ തട്ടുകടയിൽ നിന്ന് കഴിച്ചു. അവളുടെ കൂടെയോ? എടി, നിനക്ക് എന്തൊക്കെയാ അറിയണത്? ഇവൻ ഉരുണ്ട് കളിക്കുന്ന കണ്ടില്ലേ അമ്മേ? അമ്മയുടെ പൊന്നുമോൻ കൈവിട്ടു പോയി. അമ്മേ, പെൺകുട്ടികൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന പണി നിനക്ക് വേണ്ടാന്ന് 1000 തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞ നീ അനുസരിക്കില്ലല്ലോ. അമ്മ നിനക്ക് ഒരു വിലയില്ലല്ലോ. അമ്മ ഇളക്കി വിട്ട നീയല്ലേ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടേ. അവളെ എന്തിനാ വഴക്ക് പറയുന്ന? അവളെല്ലാം കണ്ടും കേട്ട് നിൽക്കുകയല്ലേ. ഓരോ പെൺകുട്ടികൾക്ക് നീ ജോലി വാങ്ങിച്ചു കൊടുക്കും. 2-3 മാസം കഴിയുമ്പോ നിന്നെ പ്രേമിക്കുന്നു പറഞ്ഞ് അവളുമാര് ഈ ഉമ്മർത്ത് വന്ന് നിൽക്കും. അതുപോലെ ഇന്നലെ വന്ന ആ പുതിയ പെണ്ണും ഈ ഉമ്മർത്ത് വന്ന് നിൽക്കുമെന്ന് എന്റെ പേടി. അമ്മയുടെ നാവ് പൊന്നാവണേ. നിന്നെ നിലയ്ക്ക് നിർത്താനുള്ള പണിയൊക്കെ ഈ അമ്മയ്ക്ക് അറിയാം. നീങ്ങി വന്നേ. അമ്മ എന്താ ഈ കാണിക്കുന്നേ? വരാനാ പറഞ്ഞത്. പാടാ ഇങ്ങോട്ട്. അമ്മേ, അമ്മേ. വാടാ, വാ. സത്യം ചെയ്യ്. നീ ഒരു പെണ്ണിന്റെയും വലയിൽ വീഴില്ലെന്ന് അച്ഛന്റെ മുമ്പിൽ വെച്ച് എന്നോട് സത്യം ചെയ്യ്. ഞാൻ ഏതെങ്കിലും പെണ്ണിന്റെ വലയിൽ വീഴുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മയ്ക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ലേ? വിശ്വാസ? അമ്മയുടെ പൊന്നുമോനെ അമ്മയ്ക്ക് ഒരുപാട് വിശ്വാസ. പിന്നെ എന്തിനാ എന്നെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നേ? പക്ഷേ നിന്റെ ഈ പ്രായത്തിനെ എനിക്കത്ര വിശ്വാസമില്ല. കുഴപ്പം പിടിച്ച പ്രായം മോനെ ഇത്. ഈ ജന്തുവാ അമ്മയെ പിരിയേറ്റി വിട്ടിരിക്കുന്നേ. നീ അത്ര നല്ല പിള്ളയാണെങ്കിലേ നിനക്കെന്താ സത്യം ചെയ്താല്? കഴിഞ്ഞ 8 കൊല്ലമായിട്ട് എന്നെ കൊണ്ട് അമ്മ ഇങ്ങനെ അച്ഛന്റെ മുന്നിൽ വെച്ച് സത്യം ചെയ്യിക്കുന്നുണ്ട്. അതൊന്നും പോരെ? എന്നോട് എന്തിനാ ചോദിക്കുന്നേ? അമ്മയോട് ചോദിക്ക്. അമ്മയുടെ മോൻ ദേഷ്യപ്പെടല്ലേ. നിന്നെ കൊണ്ട് തുളസിയെ കെട്ടിച്ചോളാന്ന് നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ വാക്കുകൊടുത്തതാ. അത് മറന്ന് നീ വേറെ ഏതെങ്കിലും പെണ്ണിന്റെ പുറകെ പോയാ തുളസിക്ക് സഹിക്കാൻ പറ്റുവോ? തലയ്ക്ക് മോളിയിരിക്കുന്ന നിന്റെ അച്ഛന് സഹിക്കാൻ പറ്റുവോ? അതുകൊണ്ടല്ലേ അമ്മ നിർബന്ധിക്കുന്നത്. വേറെ ഒരു പെണ്ണിനെയും പ്രേമിക്കില്ലാന്ന് മോൻ അച്ഛന്റെ മുമ്പിൽ വെച്ച് സത്യം ചെയ്യേ. അമ്മേ, സത്യം ചെയ്യും മോനെ. മടിക്കണ്ട ഏട്ടാ. തുളസി നല്ല അടിപൊളിയായിട്ട് ഇടിയപ്പം ഉണ്ടാക്കും. നല്ല നൂല് പോലത്തെ ഇടിയപ്പം. വായ വെച്ചാ അലിഞ്ഞു പോവും. അതേ മോനെ, നിനക്ക് ഇടിയപ്പത്തിനോടുള്ള ഇഷ്ടം അറിയാവുന്നത് കൊണ്ട് ഞാനാ അവളെ നല്ല ഇടിയപ്പം ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. അവളിപ്പോ എന്നെക്കാളും നന്നായിട്ട് ഇടിയപ്പം ഉണ്ടാക്കും. തട്ടുകട നടത്തുന്ന മാധവി ചേച്ചി അതിലും നന്നായിട്ട് ഇടിയപ്പം ഉണ്ടാക്കും. എന്ന് വെച്ച് അവരെ കെട്ടാൻ പറ്റുമോ? അപ്പൊ നിനക്ക് സത്യം ചെയ്യാൻ പറ്റില്ല അല്ലേ? നീ കൈവിട്ടു പോയി. ഏട്ടാ, നമ്മുടെ മോൻ കൈവിട്ടു പോയി. ചെക്കന്റെ തല തിരിഞ്ഞു പോയി. രാവിലെ തന്നെ മനുഷ്യന്റെ മൂഡ് കളയാനായിട്ട്. ഞാൻ സത്യം ചെയ്ത അമ്മയുടെ പ്രശ്നം തീരുവോ? ഞാൻ സത്യം ചെയ്യാം. കൈ നീട്ടും. സത്യം ചെയ്യും. പാർവതിയെ പ്രേമിക്കില്ല എന്ന് ഞാൻ എങ്ങനെയാ സത്യം ചെയ്യുക? സത്യം ചെയ്താലും ഞാൻ അവളെ പ്രേമിക്കും. സത്യം ചെയ്യും.
സത്യം ചെയ്യേട്ടാ. സത്യം ചെയ്യേട്ടാ. പാർവതിയെ ഞാൻ പ്രേമിക്കും. ഇത് സത്യം. സത്യം. അമ്മയ്ക്ക് സമാധാനമായല്ലോ? സമാധാനായി.